കൂട്ടുകാരെ, ഇവിടെ ധനികനായ ഒരു വ്യക്തി കാറിലൂടെ യാത്ര ചെയ്യുമ്പോഴേക്കും ദൂരെയായി നിൽക്കുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അവരുടെ മുഖം തന്റെ അമ്മയുടെ മുഖം പോലെ അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹം കാറിൽ നിന്നിറങ്ങി. എന്നാൽ അദ്ദേഹം അവരുടെ അടുത്തെത്തി അവരോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഷുഗർ ലെവൽ ലോ ആവുകയും പെട്ടെന്ന് അദ്ദേഹത്തിന് തലച്ചുറ്റ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ അമ്മ തന്റെ കയ്യിലുണ്ടായിരുന്ന മധുരമിഠായി ആ യുവാവിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. അത് കഴിച്ച യുവാവിന് തന്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ മിഠായിയുടെ സ്വാദ് അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് അവരുടെ പിന്നാലെ പോയി ഇത് എവിടെ നിന്നാണ് നിങ്ങൾ വാങ്ങിയതെന്ന് അവരോട് ചോദിക്കും. ഇത് കേട്ട് അവർ പറഞ്ഞു, മോനെ, ഇത് ഞാൻ വാങ്ങിയതല്ല, ഇത് ഞാൻ സ്വയം ഉണ്ടാക്കിയതാണ്. എന്നാൽ ജോലി ചെയ്യാതെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ അമ്മയുടെ മുതലാളിക്കൊട്ടും ഇഷ്ടമായില്ല. പെട്ടെന്ന് തന്നെ അവർ അവിടെ നിന്നും പോയെങ്കിലും അവരെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് യുവാവിനും തോന്നി. അങ്ങനെ തന്റെ മാനേജറെ വിളിച്ച അമ്മയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്ന് പറയുന്നു. അതിലൂടെ അറിയാൻ കഴിഞ്ഞത് 20 വർഷങ്ങൾക്ക് മുൻപ് 2 കുട്ടികളുമായാണ് അമ്മ ഈ ഗ്രാമത്തിലെത്തിയതെന്നും അവർ ചക്കര മിഠായി ഉണ്ടാക്കി വിറ്റാണ് കുട്ടികളെ വളർത്തിയിരുന്നതെന്നുമാണ്. ഒരു നാൾ തന്റെ അമ്മ സമ്പാദിച്ച് സൂക്ഷിക്കുന്ന പണം ജ്യേഷ്ഠൻ മോഷ്ടിക്കുന്നത് കണ്ട് അനിയൻ സഹോദരനുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. വഴക്കിനിടയിൽ ചേട്ടൻ അനിയനെ വെള്ളത്തിലേക്ക് തള്ളിയിടുകയാണ്. വർഷങ്ങൾക്കിപ്പുറം ഒഴുക്കിൽപ്പെട്ടു പോയ ആ മകനാണ് അമ്മയുടെ മുൻപിൽ ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ തന്റെ മകനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അമ്മയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല.